ഗ്യാസ് തീർന്ന് പണി കിട്ടി ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ അമ്പാടിയോട് പറഞ്ഞത്, ഈ പുകക്കുഴലൊന്ന് വൃത്തിയാക്കുമോ, നാളെ മുതൽ നമുക്ക് അടുപ്പിൽ പണി തുടങ്ങാം. അവൻ വൃത്തിയാക്കാൻ വന്ന സമയത്ത് പെട്ടെന്നൊരു വിളിച്ചു, മമ്മിയെ ഓടി വായോ. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ അകത്തിരിക്കുന്നു. ആ പുകക്കുഴലിനകത്തത് അണ്ണാൻ്റെ 2 കുഞ്ഞുങ്ങൾ കേട്ടോ. എങ്ങനെ അതിനകത്ത് വന്ന് ഒരു പിടുത്തവും ഇല്ല. കട്ട വെച്ച് നമ്മൾ അടച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. മുകളിൽ കൂടെ കാണാൻ കയറിയതായിരിക്കാം. എന്തായാലും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തള്ളയാണെങ്കിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. അഥവാ കൊണ്ടുപോയാലും കടിച്ച് കൊന്ന് എവിടെയെങ്കിലും ഇട്ടേക്കും. അത് കാരണം ഞാൻ പറഞ്ഞ് ഇതിനെ വെറുതെ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കണ്ട, നമുക്ക് നമ്മുടെ കൂടുണ്ടല്ലോ നമ്മുടെ മുത്തിൻ്റെ, അതിനകത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു കേട്ടോ. കണ്ണുപോലും വിരിയാത്ത 2 കുഞ്ഞുങ്ങൾ. പക്ഷെ നല്ല മെച്യൂർഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒത്തിരി ദിവസം ആയതാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളിവരെ കെയർ ചെയ്ത് വെക്കുകയാണ്. അവർക്ക് തിരിച്ച് കണ്ണൊക്കെ വിരിഞ്ഞ് ചാടിപ്പോകാൻ സമയമാകുമ്പോൾ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതുവരെ നമ്മൾ കെയർ ചെയ്യാം, പാലൊക്കെ കൊടുത്ത് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇവരും ഭയങ്കര സന്തോഷത്തിലാണ്, ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അപ്രതീക്ഷിതമായ ചില അതിഥികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സന്തോഷം വരില്ലേ, ആ സന്തോഷത്തിലാണ് ഞങ്ങൾ.